Okay, you can write down the topic language development. Language development. This is an important topic because you may need to explain during your profession regarding the language development. എൻ്റെ കൊച്ച് ഇംഗ്ലീഷ് പഠിക്കുന്നില്ല, എൻ്റെ കൊച്ച് ഹിന്ദി പഠിക്കുന്നില്ല, എൻ്റെ കൊച്ച് മലയാളം പഠിക്കുന്നില്ല, അല്ലെങ്കിൽ LKG UKG യിലൊക്കെ ഈ ലാംഗ്വേജ് എല്ലാം പഠിക്കണോ? ഇനി എത്ര ലാംഗ്വേജ് ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്? ഇങ്ങനെയൊക്കെ അറിയുന്നത് ഇതിന്റെ അകത്താണ്. അപ്പൊ നിങ്ങൾ ലാംഗ്വേജ് ഡെവലപ്മെന്റിലാണ് ഇതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു അവസരം. ലാംഗ്വേജ് ഡെവലപ്മെന്റ് is a process starting early in human life when a person begins to acquire language by learning it as it is spoken and by mimicry. എങ്ങനെയാണ് ഒരാൾ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുക? മിമിക്രിയിലൂടെയും. മിമിക്രി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കലാരൂപത്തിന് അപ്പുറം വേറെ ഒരാൾ പറയുന്നത് അനുകരിക്കുന്നതിലൂടെ എന്നാണ് ഇവിടെ അർത്ഥം. ഓക്കെ, അല്ലാണ്ട് നമ്മളെ ഹരിശ്രീ അശോകന്റെ മിമിക്രി കാണാൻ പോയി ഭാഷ പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെയല്ല, ഒരു ആർട്ടിസ്റ്റിക് പരിപാടിയല്ല. ഇവിടെ ഒരാളെ അനുകരിക്കുക, അത് സ്വാഭാവികമായിട്ടും കുട്ടികൾ അങ്ങനെയാണല്ലോ, നമുക്കറിയാം. ചിൽഡ്രൻസ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് മൂവ്സ് ഫ്രം Children's language development moves from simple to complex. ഇത് ആവശ്യമുള്ളവർക്ക് എഴുതാം കേട്ടോ. ഇൻഫൻസ് സ്റ്റാർട്ട് ചെയ്ത് പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ചിലപ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷൻ ഓൺ ആയി വരില്ല. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിൽഡ്രൻസ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് മൂവ്സ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. നമുക്ക് ഈ ലേണിംഗ് പ്രിൻസിപ്പിൾസ് 3 പ്രധാനമായിട്ടുണ്ട്. സിമ്പിൾ ടു കോംപ്ലക്സ്, ലളിതമായവയിൽ നിന്നും സങ്കീർണമായവയിലേക്ക്. നോൺ ടു അൺനോൺ, അറിയുന്നവയിൽ നിന്നും അറിയപ്പെടാത്തവയിലേക്ക്. പിന്നെന്താണ്? കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, യാഥാർത്ഥ്യമായവയിൽ നിന്ന് അയഥാർത്ഥ്യമായവയിലേക്ക്. കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ മുന്നിൽ മഴ കണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടി മഴ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ആ മഴ ഇപ്പോൾ പെയ്യുന്നുണ്ടാവും. പക്ഷെ ഇപ്പോൾ റെയിൻബോ എന്ന് ചോദിച്ചാൽ കുട്ടിക്ക് അത് ഒരു കോൺക്രീറ്റ് ഐഡിയ അല്ല. കുട്ടി എപ്പോഴോ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു സങ്കല്പം മാത്രമേ ഉണ്ടാവുള്ളൂ. നേരിട്ട് തൊട്ട് അനുഭവിച്ച അനുഭവവേദ്യമാക്കാൻ പറ്റുന്നതാണ് കോൺക്രീറ്റ് ഐഡിയ എന്ന് ഉദ്ദേശിക്കുന്നത്. കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് when there is sunlight and rain together it comes rainbow. അല്ലെങ്കിൽ മഴയും വെയിലും ഒക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് റെയിൻബോ കാണുന്നത്. അല്ലെങ്കിൽ അതുപോലെ മഴത്തുള്ളി രശ്മികളിൽ സൺലൈറ്റ് വരുമ്പോഴാണ് റെയിൻബോ കളേഴ്സ് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ കുട്ടിക്ക് മനസ്സിലാവുന്നെങ്കിൽ അത് കോൺക്രീറ്റ് ഐഡിയ അല്ല, അത് അബ്സ്ട്രാക്ട് ഐഡിയ ആണ്. അതുകൊണ്ടാണ് ഇതേ സബ്ജക്ട് തന്നെ റെയിൻബോയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നോൺ ടു അൺനോൺ, അറിയുന്ന കാര്യത്തിൽ നിന്ന് അറിയാത്തവയിലേക്ക് പോകുന്നതാണ്. ആദ്യം മഴയെ കുറിച്ച് പറയും, സൺലൈറ്റിനെ കുറിച്ച് പറയും, അത് കഴിഞ്ഞിട്ട് അറിയാത്ത കാര്യത്തിലേക്ക് പോവാം. അതുപോലെ തന്നെ സിമ്പിൾ ടു കോംപ്ലക്സ്, മഴ ഇഷ്ടമാണോ വെയിൽ ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടാണ് മഴയിലേക്ക് പോകുന്നതെങ്കിൽ കുറച്ചും കൂടെ കുട്ടിക്ക് ലളിതമായവയിൽ നിന്ന് സങ്കീർണമായവയിലേക്ക് പോകാനാവും. അത് ടീച്ചേഴ്സ് മനസ്സിൽ വെക്കേണ്ട ഒരു ടീച്ചിങ് പ്രിൻസിപ്പിൾസിന്റെ പ്രധാനപ്പെട്ടതാണ് ഈ 3. ഇത് ചിലപ്പോൾ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന പല സ്ഥലത്തും പലതായിട്ടായിരിക്കും കിടക്കണേ. പക്ഷെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട് വിച്ച് ആർ ദ മെയിൻ 3 ടീച്ചിങ് പ്രിൻസിപ്പിൾസ്. Okay, ഇനി infants start without language, yet by 4 months of age babies can read lips and discriminate speech sounds. അപ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് പറഞ്ഞു പോവാണ്, കാരണം ഇവിടെ ഓൾറെഡി ഇൻഫൻസിനെ കുറിച്ചാണ്, നമ്മൾ ഇൻഫൻസിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഇത് പഠിച്ചിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് the language that infants speak is called ബബ്ലിൻ എന്നാണ് കുട്ടികൾ പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ യൂഷ്വലി ലാംഗ്വേജ് സ്റ്റാർട്ട്സ് ഓഫ് as recall of simple words without associated meaning, but as children grow words acquire meaning with the connections between words being formed. These skill have to break up and analyze the relative ഓഫ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ബന്ധങ്ങളെല്ലാം. ഇതിപ്പോ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. 5 to ടോഡ്ലർ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ടോഡ്ലർ 1 to 4 years ഉള്ള 3 years ഉള്ള കുട്ടികൾക്കാണ് ടോഡ്ലർ എന്ന് ഉദ്ദേശിക്കുന്നത്.
1 to 4 years. A toddler is a young child usually defined as being between the age of 1 and 4. Okay, toddler development refers to the change that occur in children aged between. Change may occur as a result of genetic process known as maturation or may be due to environmental factors and learning. Usually it involves an interaction between the two. Okay, now we are moving ahead. നമ്മൾ ഇത് പഠിച്ചതായതുകൊണ്ടാണ് നമ്മൾ വേണമെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഇതിപ്പോ നിങ്ങൾക്ക് പോലും മനസ്സിലാവില്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വേർഡ്സ് ആർ നോട്ട് ബിൽറ്റ് ഫിനോം ബൈ ബട്ട് ആർ പെർസീവ്ഡ് ലേൺഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ആസ് ഹെയർഡ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പെർസീവ്ഡ് ആണ്. കാരണം പിള്ളേർക്ക് ഇങ്ങനെയാണ് ആദ്യം വേർഡ്സ് വരിക. ഒന്നിനും പരസ്പരം യോജിപ്പുണ്ടാവില്ല. നമുക്കൊരു ലിപിയായിട്ട് മനസ്സിലാകുന്നതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല. ഇത് പിള്ളേർക്ക് ഇങ്ങനെയായിരിക്കും എല്ലാം അവർ സിമ്പിൾസ് ഒക്കെ മനസ്സിലാക്കി വെക്കുന്നത്. നമ്മൾ ഇതിനകത്ത് നിങ്ങളുടെ ഇപ്പൊ നമ്മൾ പറയുന്ന പ്രീ സ്കൂൾ ചൈൽഡിന്റെ ഡെവലപ്മെന്റിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഓടിച്ചു പോകുന്നത്. നമ്മൾ ഇൻഫന്റ്സിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചിരുന്നു. ഓക്കെ, നൗ ദിസ് ഈസ് ദ പോയിന്റ്. പ്രീ സ്കൂൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. പ്രീ സ്കൂൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. യു മേ റൈറ്റ് ഡൗൺ ദിസ് ഹെഡിങ്. പ്രീ സ്കൂൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. Follows function എന്നുള്ളതാണ്. The principle is that the shape of a building or object should be primarily based upon its intended function or purpose. The principle is that the shape of a building or object, ഒരു സാധനത്തിന്റെ എന്തെങ്കിലും ഒരു ഷേപ്പ് അടിസ്ഥാനപരമായി അല്ലെങ്കിൽ പ്രാഥമിക അടിസ്ഥാനത്തിൽ അതിന്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് അതിന്റെ യൂസേജ് മനസ്സിലാവും. അതിപ്പോൾ നമ്മൾ ഫ്ലാഷ് കാർഡ്, ചാർട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന പിക്ചറൈസേഷനിലൂടെയൊക്കെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത്. ഇൻ ദ സെയിം വേ ദ കമ്മ്യൂണിക്കേഷൻ ഫംഗ്ഷൻ or use is established first and the child learns the language from language form to convey this function more effectively. In the same way, communication function എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? കുട്ടി ലാംഗ്വേജ് ഫോം, ഒരു ഭാഷയുടെ ആ കുട്ടിയുടെ ഫീലിംഗ് എങ്ങനെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് ആദ്യം ലാംഗ്വേജ് കുട്ടികൾ ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ, children ask question very early and the function is well established. Children ask a question very early and the function is well established. Hypothesis testing, a word stated with the rising intonation, stress pattern, intonation ഒക്കെ നമുക്ക് ലാംഗ്വേജിൽ ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കുന്നതും സ്ട്രെസ്സിന് പ്രാധാന്യം കൊടുക്കുന്നതും ഒക്കെയാണ് ഇൻറ്റോനേഷൻ. as in horsey becomes yes, no, interrogative. ഇനി interrogative utterances, വാസാറ്റ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് വാട്ട് ഈസ് ദാറ്റ് എന്ന് കുട്ടി ചോദിക്കുക എന്താണ് അതെന്ന്. മലയാളത്തിലാണെങ്കിൽ ഇത് കോമൺ ആയിട്ട് ഇംഗ്ലീഷിലായതുകൊണ്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് കുട്ടിയുടെ പ്രാഥമികമായ ചോദ്യങ്ങൾ വരുന്നത്. ഇനി ഇവിടെ WH ക്വസ്റ്റ്യൻസിനാണ് ഇന്ററോഗേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിൽ വാട്ട്, വേർ, ഹൂ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ ഈ പ്രീ സ്കൂൾ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ചോദ്യം മീനിങ്ലെസ് ആയിരിക്കാം, എന്ന് വെച്ചാൽ ചോദ്യത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും, പക്ഷെ കംപ്ലീറ്റ് സെന്റൻസ് കറക്റ്റ് ആയിരിക്കില്ല. ഇൻ ജനറൽ ഇന്ററോഗേറ്റീവ് ബിക്കംസ് ലോങ്ങർ, മോർ കോംപ്ലക്സ് ആൻഡ് മോർ സ്പെസിഫിക്. ഓക്കെ, സോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ കുട്ടികൾ പറയുന്നതിന് ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞു തന്നെ എൻറോൾ നൗ ഫോർ പ്രീ സ്കൂൾ. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഓഫർ സെക്കൻഡ് എക്സാമ്പിൾ ഓഫ് ഫോം ഫോളോവിംഗ് ഫംഗ്ഷൻ. Infants will protest over actions they do not like and may make a stronger statement by tantruming. അതായത് സ്റ്റബ്ബോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവര് ചില കാര്യങ്ങള് ഓരോ കുട്ടി ഇപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് അറിയില്ലാത്ത മീനിങ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കാം. TANTRUM. Tantrum means an uncontrolled outburst of anger and frustration, typically in a young child. Tantrumming, stubbornnessum ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ടാൻട്രമിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അൺകൺട്രോൾഡ് ഔട്ട്ബേസ്റ്റിലൂടെ സൗണ്ട്, ദേഷ്യം വന്നാൽ പൊട്ടിത്തെറിക്കുന്ന കുട്ടികൾ മുതിർന്നവർ പറയുന്നത് പോലെ കൃത്യമായ വാക്കുകളില്ല, എന്തെങ്കിലും ഒരു അവര് മുതിർന്നവർ പറയുന്ന ശബ്ദങ്ങൾ പോലെ അനുകരിച്ചിട്ട് ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കും.
ഓക്കെ, കുട്ടികൾ അലറുന്നതും വർത്താനം പറയുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അത് പിടികിട്ടുകയും ചെയ്യും. ഇനി it is not surprising then that negative words such as no are often present in the first 50 words of toddler. അപ്പം നോ എന്നുള്ളത് ചിലപ്പോൾ ആദ്യം കുട്ടികൾ പറയില്ല, പക്ഷെ അവരതിന് പകരമുള്ള അലർച്ചയോ ഒച്ചയിടലോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇനി അത് ചില കുട്ടികൾ നോ എന്ന് പറയാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. At first the negative word is placed at the beginning of the utterance. Around the age of 2 the child begins placing the negative element between the subject and the predicate, as in daddy don't ride bike. By the next few year other negative forms such as isn't, aren't, doesn't, couldn't, wasn't, shouldn't are added gradually. അപ്പൊ ഇതിനകത്ത് 3 വയസ്സ് 4 വയസ്സൊക്കെ എത്തുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാവും. എന്താണ് ഇതിനകത്ത് ഈ നെഗറ്റീവ് വേർഡ്സിന് ആദ്യം പറയുന്നത് isn't, aren't, doesn't, couldn't, അത് വേണ്ട, ഇത് വേണം, അതില്ല, ഇതിനില്ല എന്നുള്ള, അല്ലെങ്കിൽ ആയിരുന്നില്ല, ആകുന്നില്ല, ആണില്ല, അങ്ങനെ പറയുന്ന വാക്കുകൾ. നാളെ ഞാൻ ആകും, ഇന്ന് ആയിരുന്നു എന്നൊക്കെ പറയുന്ന അവരുടെ വാക്കുകളിലാണ് ഇത് ഉദ്ദേശിച്ചത്. Then bootstrapping or booting refers to a group of metaphors that share a common meaning, a self-sustaining process that proceeds by itself. Bootstrapping refers to the question of how language acquisition gets started. ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ എഴുതേണ്ടവർ വൊക്കാബുലറി എഴുതിയാൽ നിങ്ങൾക്ക് ആ വൊക്കാബുലറി ഡിക്ഷണറി റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അപ്പോൾ തന്നെ മനസ്സിലാവും. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള വേർഡിനാണ് എങ്ങനെ ലാംഗ്വേജ് ബൂട്ട് സ്ട്രാപ്പിംഗ് അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ആവുന്നു എന്നുള്ളതാണ്. എ ചൈൽഡ് ഗ്രാജുവലി അക്വയർസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഇന്റർലോക്കിംഗ് knowledge about the structure and vocabulary of his or her language. ഒരു കുട്ടി ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ആ കുട്ടിയുടെ അറിയാവുന്ന പദങ്ങൾ നമ്മുടെ ഇന്റർലോക്കിങ്ങിന്റെ വാക്ക് എന്താണ്? പരസ്പരം കണക്ട് ചെയ്യുന്നത്. ആ കുട്ടിയുടെ പദങ്ങള്, വൊക്കാബുലറി, പദസമ്പത്ത് പരസ്പരം കണക്ട് ചെയ്ത് ലാംഗ്വേജ് ഭാഷ ഉണ്ടാക്കാൻ നോക്കും. ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി എ കംപ്ലീറ്റ് സെന്റൻസ്. അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആവില്ല. ഇനി ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ എന്താ പറയും? സെന്റൻസ് ഷുഡ് ബി, ഇഫ് എ സെന്റൻസ് ഷാൽ ബി കംപ്ലീറ്റ്, സബ്ജക്ട് പ്രെഡിക്കേറ്റ് ഒക്കെ വേണം, അല്ലെങ്കിൽ അത് സെന്റൻസിന് മീനിങ് ഫുൾ ആയിരിക്കണം. മലയാളത്തിൽ എന്താണ്? കർമ്മം, ക്രിയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സെന്റൻസ് പൂർത്തിയാവണമെങ്കിൽ കറക്റ്റ് ആയിട്ട് വേണം. പക്ഷെ കുട്ടികൾക്ക് അതില്ല. അവരെന്ത് ചെയ്യും? എ ചൈൽഡ് ഗ്രാജുവലി അക്വയർസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഇന്റർലോക്കിംഗ് നോളജ് അബൌട്ട് ദി സ്ട്രക്ചർ ആൻഡ് വൊക്കാബുലറി ഓഫ് ഹിസ് ഓർ ഹെർ ലാംഗ്വേജ്. ഇപ്പോ ഒരു കുട്ടിയുടെ ഭാഷയുടെ പദസമ്പത്തിന്റെ അറിവിനെ പരസ്പരം ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. It has sometimes been proposed that some specific type of linguistic knowledge can be acquired early, and that this enables the child to analyze words or sentences as well enough to acquire further knowledge from them. Metaphorically, this early knowledge would serve. What is the meaning of metaphorically? Metaphorically, M-E-T-A, you can write down. Metaphor means, a metaphor is a figure of speech that directly refers to one thing by mentioning another. Similes എന്നൊക്കെ പറയുന്നതാണ് metaphor. Metaphor ഉദ്ദേശിക്കുന്നത് her heart is gold, her heart is like gold. എന്തെങ്കിലും അതിനെ ഉദ്ദേശിക്കുന്ന തുല്യമായ മറ്റു വാക്കുകൾ അല്ലെങ്കിൽ ചില പര്യായ പദങ്ങൾ, അതിനൊക്കെയാണ് അതിന്റെ അർത്ഥം. This early knowledge would serve as boosters. Okay, this boosters by which the child pulls himself or herself up. Language development before their second birthday, toddlers use form such as action, agent, daddy, eat. Okay, ഇതിപ്പോ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ സബ്ജക്ട് പ്രെഡിക്കേറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കർമ്മം, ക്രിയ. ഒരു ലാംഗ്വേജ് സെന്റൻസിൽ സബ്ജക്ട് പ്ലസ് വെർബ് ഒബ്ജക്ട്, SVO. ഇത് നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കും, പക്ഷെ ഇത് തന്നെയാണ് കുട്ടികളും ഇത് അവര് സബ്ജക്റ്റും വെർബും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. സബ്ജക്റ്റ് ഉപയോഗിക്കാതെ ഡാഡിയെ കുറിച്ച് എങ്ങനെ കൊച്ചിന് പറയാൻ പറ്റും? ഡാഡിയാണ് അവിടെ സബ്ജക്റ്റ്.
ഡാഡി ചെയ്ത കാര്യങ്ങൾ പറയണമെങ്കിൽ വെർബ് ക്രിയ ഉപയോഗിക്കണമല്ലോ. അപ്പോൾ ഇത് അവിടെ ഫോം ചെയ്തു വരുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് കുട്ടി ഇത് അറിഞ്ഞിട്ടല്ല, പക്ഷെ കുട്ടി ഇതിന്റെ സ്റ്റേജ് ഉണ്ട്, ഇതിന്റെ ഓരോന്നിനും. അപ്പോഴാണ് സെന്റൻസ് കംപ്ലീറ്റ് ആയി പൂർണ്ണമാവുള്ളൂ. ഇനി ഈ സെന്റൻസ് പൂർണ്ണമാവാൻ വേണ്ടിയാണ് ദ ചൈൽഡ് അസ്യൂം ദാറ്റ് ദ ഫസ്റ്റ് നൗൺ ഇൻ ദ സെന്റൻസ് ഈസ് കോസിംഗ്. ഇനി നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലർക്ക് മനസ്സിലാവുന്നുണ്ട്, ചിലർക്ക് എനിക്കറിയാം, ചിലർക്ക് മനസ്സിലാവാൻ പെട്ടെന്ന് സാധ്യത കുറവാണ്. പക്ഷെ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവാം. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് നമ്മൾ 10-12 വർഷം സ്കൂളിൽ പഠിച്ചു, കുറെ വർഷം കോളേജിൽ പഠിച്ചു, എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് 3.5 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ് 2 വയസ്സ് കഴിഞ്ഞ് കൊച്ചിത് പഠിക്കണേ? അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിലാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കുള്ള ഒരു ഗുണം, ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ സെന്റൻസ്. ഒരു സെന്റൻസിന്റെ ഘടന ഇതാണ്: സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഈ വെർബും പ്ലസ് ഒബ്ജക്റ്റും കൂടെ ചേർന്നിട്ടാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നവർക്ക് ആദ്യം നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ഈ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും പഠിച്ചു കഴിഞ്ഞാൽ പിന്നീടാണ് ഗ്രാമർ പഠിക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാവും, വെർബ് വരുമ്പോൾ വെർബിന്റെ പാസ്റ്റ് ടെൻസ്, ഓക്സിലറി വെർബ്, അതിന്റെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒക്കെ അങ്ങനെ പഠിക്കും. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഗ്രാമർ അറിയാവുന്നവർക്ക് ഇത് വേഗം മനസ്സിലാവും. The child assume that the first noun in the sentence is causing some action and so on. This strategy will aid in the interpretation some but not all English sentences. In the sentence I am healthy, there is no action and therefore no agent. I am healthy എന്നുള്ളതിൽ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നുമില്ല, അതുകൊണ്ട് ഏജന്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആവശ്യമില്ല. ഇവിടെ പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ പറയുമ്പോൾ ഐ ആം ഹെൽത്തി എന്നുള്ളതിൽ ഐ ആണ് സബ്ജക്റ്റ്, ആം ആണ് വെർബ്. അതൊരു ഓക്സിലറി വെർബായിട്ട്, അത് കുറച്ചും കൂടി ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക്. കൊച്ചുങ്ങനെ പിള്ളേരെ അത് നോക്കിയിട്ടല്ലല്ലോ, ഇവിടെ ഒരു വെർബ് ഇല്ലാത്തതുകൊണ്ട് there is no action or and therefore no agent. Semantic bootstrapping and semantic bootstrapping in linguistics refers to the hypothesis that children utilize innately known conceptual knowledge to create grammatical categories when acquiring their first language. ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കാറ്റഗറി തരംതിരിച്ച് ഗ്രാമറിന്റെ തരങ്ങളും ഒക്കെ അക്വയർ ചെയ്യാൻ വേണ്ടി കുട്ടികൾ ശ്രമിക്കും. Now we are moving to the another slide, active involvement. Preschoolers are actively, preschoolil പഠിക്കുന്ന കുട്ടികൾ actively analyzing incoming information, searching for patterns. Okay, I will do. Hypothesizing language rules and synthesizing their own sentences based on these rules. As a result, preschoolers often use the full form of structure first, even though the adult model may be contracted. Preschoolers എന്താണ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് പ്രീസ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളുടെ preschoolers are actively അനലൈസിങ് ഇൻകമിങ് ഇൻഫർമേഷൻ. എന്താണ് അവരുടെ ഇൻകമിങ് ഇൻഫർമേഷൻ? അവർ കേൾക്കുന്ന ലിസണിങ് സ്കില്ലിലൂടെ അവർ ഡെവലപ്പ് ചെയ്യുന്ന ലാംഗ്വേജ്. സെർച്ചിങ് ഫോർ പാറ്റേൺസ്, അതിനൊരു പാറ്റേൺ. ഹൈപ്പോത്തിസൈസിങ് ലാംഗ്വേജ് റൂൾസ്. ഹൈപ്പോത്തിക്കേഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തിസൈസിങ് ലാംഗ്വേജ് റൂൾസ് ആൻഡ് സിന്തസൈസിങ് their own sentences based on these rules. As a result, preschoolers often use the full form of structure first, even though the adult model may be contract. So, okay, example, adile example aanidhu. Most children will use the doggy is running before the doggies running. Doggies running, doggy is running. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അതായത് നമ്മളെ മലയാളത്തിൽ എങ്ങനെയാണോ കുട്ടികൾ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നതും അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഫാസ്റ്റ് മാപ്പിംഗ്. വേർഡ് ആർ ആഡഡ് റാപ്പിഡ്ലി ബൈ എ പ്രോസസ് കോൾഡ് ഫാസ്റ്റ് മാപ്പിംഗ്, in which the child assume the meaning from context and then produce the word in a similar context. Gradually the meaning is refined. അതായത് കുട്ടികൾ ഫാസ്റ്റ് മാപ്പിംഗ് ഉദ്ദേശിക്കുന്നത് അവര് പെട്ടെന്ന് വേർഡ്സ് ആർ ആഡഡ് റാപ്പിഡ്ലി ബൈ എ പ്രോസസ് കോൾഡ് ഫാസ്റ്റ് മാപ്പിംഗ്. വേർഡ് മീനിങ് ഒക്കെ നമ്മളെ പോലെ പഠിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നത് അവർ അസ്യൂം ചെയ്യും ദ മീനിങ് ഫ്രം ദ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് ഉദ്ദേശിക്കുന്ന ആ കോണ്ടെക്സ്റ്റിൽ നിന്നും ആ സാഹചര്യത്തിൽ നിന്നും ആ
സെന്റൻസിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നും ആ സാഹചര്യത്തിൽ നിന്നും ആ മീനിങ് അസ്യൂം ചെയ്യും, അത് സംശീകരിച്ച് വേറെ അതേപോലെ സിമിലർ കോണ്ടെക്സ്റ്റ് വരുമ്പോൾ ആ അർത്ഥം ഉപയോഗിക്കുന്ന തരത്തിൽ അവരത് യൂസ് ചെയ്യും. അതുകൊണ്ട് കുട്ടികളോട്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് മലയാളത്തിലോ അല്ലെങ്കിൽ അവരുടെ മദർ ടങ്ങിൽ ഒരു വേർഡിന്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. സിറ്റ് ഡൗൺ, സ്റ്റാൻഡ് അപ്പ് എന്ന് നമ്മൾ മീനിങ് പറഞ്ഞു കൊടുത്തിട്ടല്ല കുട്ടി ചെറിയ ക്ലാസ്സിൽ വരുമ്പോൾ സിറ്റ് ഡൗൺ, സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുമ്പോൾ ടീച്ചർ പറയുമ്പോൾ അനുസരിക്കുന്നത്. അവരത് കണ്ട് കേട്ട് മനസ്സിലാക്കി പഠിച്ചു. അവിടെയാണ് ഫാസ്റ്റ് മാപ്പിംഗ് നടന്നിട്ടുണ്ട്. ബ്രെയിനിൽ ഈ മാപ്പിംഗ് നടന്നു, അത് ശേഖരിച്ചു വെച്ചു. അങ്ങനെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കും. അല്ലാണ്ട് കുട്ടി ഇപ്പൊ ഷർട്ടിന്റെ ബട്ടൺ എന്ന് പറയുമ്പോൾ ബട്ടണിന്റെ മലയാളം പറഞ്ഞു കൊടുത്തിട്ടല്ല കുട്ടി അത് മനസ്സിലാക്കി. അതുപോലെ ഏത് കാര്യങ്ങളായാലും. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് ലാംഗ്വേജ് പഠിക്കാനുള്ള സ്കിൽ ഉണ്ടെന്നാണ്, ബുദ്ധി ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അത് പഠിക്കേണ്ടത്. വേർഡ്സ് മേ ബി ഫാസ്റ്റ് മാപ്ഡ് യൂസിങ് വൺ ഓർ മോർ സ്ട്രാറ്റജീസ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല. complex and utterance length relation ആണ്. Embedding, obviously the two process of embedding and joining will lengthen the individual sentence and increase complexity. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മാത്രം സെപ്പറേറ്റ് എഡിറ്റ് ചെയ്തിട്ട് ഓഫീസിന് അയച്ചു തരും. ഇതിൽ മിനിമൈസ് ചെയ്തിട്ട് ഇതിൽ B.Ed പഠിക്കുന്നവരും ഇതേ തന്നെ പോർഷൻ എടുത്ത് അവർക്കും ഈ സ്ലൈഡ് തന്നെ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇഗ്നോയുടെ B.Ed ചെയ്യുന്നവരുണ്ട്, അതുപോലെ മറ്റു സ്ഥലത്തൊക്കെ പഠിക്കുന്നവർക്കും സെയിം പവർ പോയിന്റ് പ്രസന്റേഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്രത്തോളം പഠിക്കണമെന്നില്ല. പക്ഷെ ഇത് തന്നെ വേണമെന്നുള്ളവർക്ക് ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് ആകുമ്പോൾ താല്പര്യമുള്ളവർക്ക് കുറച്ചും കൂടെ ഇത് പഠിക്കാൻ സഹായമാവും. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പ്രോസസ് ഓഫ് എംബഡിങ് ആൻഡ് ജോയിനിങ് വിൽ ലെങ്തൻ ദി ഇൻഡിവിജ്വൽ സെന്റൻസ് ആൻഡ് ഇൻക്രീസ് കോംപ്ലക്സിറ്റി. കുട്ടികൾ ഭാഷാ നിർമ്മാണത്തിലേക്ക് കയറുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഭാഷ ലാംഗ്വേജ് കൺസ്ട്രക്ഷൻ ആണ്. ആ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? കുട്ടി കിട്ടിയ വൊക്കാബുലറി, കുട്ടി തന്നെ ആ സെന്റൻസ് ഫോർമാറ്റ്, നമ്മൾ മുമ്പേ കണ്ട ആ സെന്റൻസ് ഫോർമാറ്റ്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ച്, ആരെ കുറിച്ച് എന്താണോ പറയേണ്ടത് എന്നുള്ള പാറ്റേൺ ഉണ്ടാക്കി വരും. Okay, avoid exceptions. Anyone who has taken a foreign language. Okay, നമ്മളെ നിങ്ങൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, പറഞ്ഞു, ഇവിടെ ഡിസ്കസ് ചെയ്തു. Finally, around age 5, the child learned several indefinite negative forms such as nobody, no one, nobody എന്നുള്ളതാണ്. അത് കുട്ടികൾ പറയുന്നത് nobody, no one, nothing. Finally, around the age of 5 എത്തുമ്പോഴാണ് ചൈൽഡ് ലേൺസ് സെവറൽ ഇൻഡെഫിനിറ്റ്. അതിനകത്ത് ഇൻഡെഫിനിറ്റ് INDEFINATE. ഇൻഡെഫിനിറ്റ് എന്നുള്ളത് ഇൻഡെഫിനിറ്റ് NITE ആണ്. ഇൻഡെഫിനിറ്റ് നെഗറ്റീവ് ഫോംസ് ആണ്. അതായത് ലാസ്റ്റിംഗ് ഓർ അൺനോൺ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ഫോംസ് നോബഡി, നോ വൺ, നത്തിങ് ഒക്കെ 5 years ആകുമ്പോൾ, ഏജ് അത്ര ആകുമ്പോഴേക്കാണ് കുട്ടികൾ അതൊക്കെ ശരിക്കും പഠിക്കുക. പക്ഷെ അത് ക്ലാസ്സിൽ LKG UKG ക്ലാസ്സിൽ കുട്ടികളോട് ഇത് പറയുമ്പോഴാണ് കുട്ടികൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മീനിങ് കാണാതെ പഠിച്ചിട്ടല്ല. ഇപ്പൊ നമ്മൾ മലയാളം എഴുത്തിൽ പഠിച്ച കുട്ടികൾ, ഇതിപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എക്സ്പ്ലനേഷൻ കൊടുത്തേ ഉള്ളൂ. മലയാളം എഴുതി പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ നത്തിങ്, നമ്മളെങ്ങനെ മീനിങ് പഠിക്കുക? നത്തിങ് ഒന്നുമല്ല, നത്തിങ് ഒന്നുമല്ല, നോബഡി ആരുമല്ല. അങ്ങനെയൊക്കെ പഠിച്ചവരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയും ചിലയിടത്തൊക്കെ പഠിക്കാറുണ്ട്. Word order is a guide. In English, the predominant SVO, subject verb object, word order is very important and serves as a guide for sentence comprehension and formation. The order of mention is order of accurance. In other words, those things mentioned first occurred first. Okay, അപ്പം those things mentioned first occurred first. ആണ് SVO, subject, verb, object. Avoid deviation from interruption of standard word order. Rearrangement of the word as in interrogatives or additions that may interrupt the sequence as in negatives and embedding are restricted. Avoiding deviation from interruption of standard word order. അപ്പൊ റീഅറേഞ്ച്മെന്റും സ്റ്റാൻഡേർഡ് ഓർഡറിലേക്ക് ആക്കുന്നതും, അതിനകത്ത് ഇൻട്രോഗേറ്റീവ്സ് ആണെങ്കിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സോ ഇൻട്രോഗേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സോ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സോ ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാനും സീക്വൻസ് അനുസരിച്ചിട്ട് അത് എംബഡിങ് ചെയ്യാനും ഒക്കെ കുട്ടികൾക്ക് പഠിക്കുന്ന സമയവും ഈ പ്രായത്തിലാണ്. ഓക്കെ,
There is corresponding increase in talkativeness of children at around 36 months. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ടോക്കറ്റീവ്നെസ് കുട്ടികളുടെ വായാടുത്ത കുട്ടികൾ സംസാരിക്കുന്ന കാര്യം. കെയർ ഗീവേഴ്സ് മോഡിഫൈ കോൺവെർസേഷൻസ് ടു മാക്സിമൈസ് ചൈൽഡ് പാർട്ടിസിപ്പേഷൻ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് കെയർ ഗീവേഴ്സ്, ടീച്ചർ ആയാലും കുട്ടീനെ പരിചരിക്കുന്നവര് കുട്ടിയുടെ സംസാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി കോൺവെർസേഷൻ മോഡിഫൈ ചെയ്ത് കൊടുക്കും. കെയർ ഗീവേഴ്സ് ഫെസിലിറ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ കോൺവെർസേഷൻ ഫോർ ദ ചൈൽഡ് ഇൻ ജനറൽ കെയർ ഗീവർ. Child in general, caregiver discuss topics of interest to the child and encourage them to participate. There is corresponding increase in the talkativeness of children at around 36. 36 ഉദ്ദേശിക്കുന്നത് a turnabout is usually a comment or reply to the child's utterance, followed by a question that serves as a cue. Example, I got a bike for my birthday. Adult, oh, how special. Can you ride all by useful? That's spelling അവർ സംസാരിക്കുന്നതായിട്ട് എഴുതിയിരിക്കുന്ന വാക്കുകളാണ്. Child, no, daddy helps me. Adult, that's probably good until you get used to it. Does he let go every once in a while? The adult provide an opportunity. ഇവിടെ ഓപ്പർച്യൂണിറ്റി എഴുതിയ സ്പെല്ലിംഗ് ഒക്കെ കുട്ടികളുടെ രീതിയിൽ സംസാരിക്കുന്ന രീതിയിലാണ്. ഓപ്പർച്യൂണിറ്റി എന്നൊക്കെയാണ്, അങ്ങനെയല്ല എഴുതേണ്ടത്. ഇനി ഫോർ ദി ചൈൽഡ് ആൻഡ് ഗീവ്സ് the adult provides an opportunity for the child and gives the signal that it is the child's turn. The adult provides an opportunity for the child and gives the signal that it is the child's turn. In this way, the child learns to develop a topic in conversation. അത് നമ്മൾ കുട്ടികൾക്ക് അതിനൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഓരോ റോൾ പ്ലേ അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഒരു ചാൻസ് ഒക്കെ കൊടുത്ത് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യാറുണ്ട്. ഇനി all aspects of language are intertwined in development. Language features are not learned in a context that include all elements of language. Narratives or stories also illustrate this interrelationship. എന്തൊക്കെയാണ് ഈ സെന്റൻസിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? All aspects of language are intertwined, meaning maybe നമ്മൾ intertwined ഈ ഇഴപിരിഞ്ഞു എന്നൊക്കെയാണ് മലയാളത്തിൽ അതിന് പറയേണ്ടത്. Yes, intertwined means twist or twine together എന്നുള്ളതാണ് intertwined. ഇനി all aspects of language are intertwined. എല്ലാം ഇഴപിരിഞ്ഞ് പരസ്പരം കോർത്തിണക്കിയതാണെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ സെന്റൻസ് ഈ ലാംഗ്വേജിന്റെ ഈ ഒരു ഡെഫിനിഷൻ ഇതിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഈ അവസാനത്തെ ഈ നറേഷൻ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അതുപോലെ ഇൻ ഡെവലപ്മെന്റ് എന്നുള്ളതും ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഇൻ ഡെവലപ്മെന്റ് മീൻസ് അതും undeveloped natural resources, developed potential. Okay, in development, under development, intertwined and in development. അത് വീണ്ടും എപ്പോഴും ഇൻ ഡെവലപ്മെന്റ് മീൻസ് അണ്ടർ ദ ഡെവലപ്മെന്റ്, തുടർച്ചയായി വികാസം വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ ലിസണിങ് സ്കില്ലും സ്പീക്കിംഗ് സ്കില്ലും റീഡിംഗ് സ്കില്ലും മുതിർന്നവരായാലും പിന്നീടും ഭാഷാ വികസനം നടന്നുകൊണ്ടിരിക്കും. ലാംഗ്വേജ് ഫീച്ചേഴ്സ് ആർ നോട്ട് ലേൺഡ് ഇൻ എ കോണ്ടെക്സ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് ഓൾ എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് അതിന്റെ പ്രത്യേകതകൾ ആർ നോട്ട് ലേൺഡ് ഇൻ എ കോണ്ടെക്സ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് ഓൾ എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ്. Narratives or stories also will illustrate this interrelationship. അപ്പം അതിനകത്ത് നറേറ്റീവ്സ് സ്റ്റോറീസ് ഒക്കെ ഈ ഇന്റർ റിലേഷൻഷിപ്പിനെ അത്തരം കാര്യങ്ങൾ സ്റ്റോറീസ് ഓൾസോ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരം ലാംഗ്വേജ് ഡെവലപ്മെന്റ്സ് ആണ് പ്രീ സ്കൂളുകളിൽ നടക്കേണ്ടത്. അങ്ങനെയുള്ള ലാംഗ്വേജ് ഡെവലപ്മെന്റിനാണ് ആക്ടിവിറ്റീസ്, ലാംഗ്വേജ് ഡെവലപ്മെന്റിനുള്ള സെപ്പറേറ്റ് ആക്ടിവിറ്റീസും ഓപ്പർച്യൂണിറ്റീസും കുട്ടികൾക്ക് കൊടുക്കാനാണ് റൈംസ്, സ്റ്റോറി, റോൾ പ്ലേ, മോഡൽസ്, അതുപോലെ ടീച്ചേഴ്സ് ആക്ടിവിറ്റീസും ഗെയിംസിലും ഒക്കെ ഓരോ കുട്ടികൾക്കും റോള് കൊടുത്ത് ലാംഗ്വേജ് ഡെവലപ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. ഓക്കെ, നൗ our time is over.